പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു സുദിനം കൂടി ഞങ്ങൾക്കായി നൽകിയതിന് ഓർത്ത് പരിശുദ്ധ പിതാവേ, ഈശോനാഥ, ഞങ്ങൾ അങ്ങേക്കായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഞങ്ങൾ കൃതജ്ഞതയോടെ കാണുന്നു. ഈശോനാഥ, ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് അങ്ങയും വിമലനാഥയെയും ക്ഷണിക്കുകയാണ്. ഈ ചാനലിലെ പ്രാർത്ഥനാ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യേ ഈശോയും പരിശുദ്ധ മാതാവും ഉണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അത് ഏറ്റുപറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 സ്തോത്രം. സ്തുതിക്കുന്നു, ആരാധിക്കുന്ന പിതാവേ, ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ഈശോയെ ഇടപെടണമേ, അനുഗ്രഹിക്കണമേ. അമ്മേ, കൃപയുടെ മാതാവേ, ഞങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അമ്മ ശോധന ചെയ്യണമേ. അമ്മയുടെ കാരുണ്യം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസ്തതയുള്ളവരായിരിക്കും. ഓ അമലോത്ഭവ ജനനി, ഞങ്ങളുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളിൽ പോലും അമ്മയുടെ സാന്ത്വനം അനുഭവപ്പെടുന്നു. കർത്താവിൻ്റെ ജനനത്തിനായി ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായി ജന്മമായി അമ്മയെ കണ്ടെത്തിയ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും ബഹുമാനവും അർപ്പിക്കുന്നു. ഓ എൻ്റെ നിത്യസഹായ മാതാവേ, ഞങ്ങളുടെ സഹായത്തിനായി ഏതു നേരവും ഓടിയെത്തുന്ന ഞങ്ങളുടെ സ്വന്തം അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ വേദനകളിൽ, യാചനകളിൽ അമ്മ ആശ്വാസം നൽകുന്ന ദിവ്യ ഔഷധമാണ്. അമ്മേ, ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ പ്രവർത്തന മേഖലയെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗത്തിനെയും സ്പർശിക്കണമേ. വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ഓരോ പ്രയാസങ്ങളെയും, ദുരിതങ്ങളെയും, ക്ലേശങ്ങളെയും, സാമ്പത്തിക മേഖലയെയും, ജോലി സ്ഥലങ്ങളെയും, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്വന്തം ബന്ധുമിത്രാദികൾ എന്നിവരെയും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേട്ടനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയിൽ പല മക്കളും പല പ്രശ്നങ്ങളാൽ എന്ന പോലെ പ്രയാസപ്പെടുന്നു. പല മക്കളും രോഗപീഠകളാലും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, പങ്കാളികൾ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ, മക്കളുടെ അനുസരണക്കേട്, സാമ്പത്തിക ഞെരുക്കം എന്നിവയെ അവയുടെ എല്ലാ മേഖലകളെയും അമ്മ തൊടണമേ. അമ്മേ, ഒരു നല്ല ജോലി ലഭിക്കാതെ നിരവധി ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് നിരാശപ്പെടുന്ന മക്കളുണ്ട്. ഇൻ്റർവ്യൂ നന്നായി പെർഫോം ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ, അർഹിക്കുന്ന യോഗ്യതകളുണ്ടായിട്ടും ജോലി ലഭിക്കാത്ത തടസ്സങ്ങളെ, അവയുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. നല്ല ജോലി ഉണ്ടായിട്ടും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നു. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മാറിപ്പോകാമായിരുന്ന തകർച്ചകളുടെ ആഘാതം മനസ്സിലാക്കാതെ പരസ്പരം പോരടിച്ച് ജീവിതം തകർത്തു കളയുന്ന മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അത്തരം വ്യക്തികളുടെ മധ്യേ അമ്മ നിന്നുകൊണ്ട് മാധ്യസ്ഥം വഹിക്കണമേ. അവരുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഒരു ബന്ധം തകരാൻ എളുപ്പമാണ്, മുറികൂട്ടാനാണ് വിഷമം എന്നും ഞങ്ങൾ അറിയുന്നു. പരസ്പരമുള്ള ഈഗോ പ്രശ്നങ്ങൾ ഇന്നത്തെ യുവജനങ്ങളിൽ ഏറി വരുന്നു. ദൈവം യോജിപ്പിച്ച പല ബന്ധങ്ങളും തകർന്നടിയുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങിപ്പോകുന്നു. അമ്മ മാതാവേ, അത്തരം വ്യക്തികളെ തൊടണമേ. അവർക്ക് വേണ്ടതായ മാനസാന്തരം നൽകണമേ. സാമ്പത്തിക മേഖലയിൽ അനേകം കടബാധ്യതകളാൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്ന അനേകം മക്കൾ ഉണ്ട്. ഒരു പക്ഷേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലും അത്തരം വ്യക്തികളെ കണ്ടേക്കാം. അവരെ പ്രത്യേകമായി
അമ്മ മാതാവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമേ. പല മക്കളും വീട് ജപ്തി ഭീഷണിയാൽ നിലനിൽക്കുന്നതായി കാണുന്നു. അത്തരം വ്യക്തികളെ തൊടണമേ. സാമ്പത്തിക മേഖലയിലെ കടക്കുരുക്കുകളെ അഴിച്ചു കളയണമേ. ആവേ മരിയ, ആവേ മരിയ, ഹല്ലേ ലുയ, ഹല്ലേ ലുയ. ജീവിതത്തിലെ മാനസിക പിരിമുറുക്കത്താൽ ഉറക്കം നഷ്ടപ്പെട്ട മക്കളെ കാണുന്നു. അവരെ ഈശോയെ തൊടണമേ, സൗഖ്യപ്പെടുത്തണമേ. മിശിഹായുടെ ജീവനുള്ള തിരുരക്തത്താൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ. രോഗഭാരത്താൽ വലയുന്നവരെ അങ്ങ് കാണണമേ. അനേകം മക്കൾ രോഗപീഠയാൽ തകർന്ന അവസ്ഥയിലാണ്. മാരക രോഗങ്ങളായ ക്യാൻസർ, ഹൃദ്രോഗം, കിഡ്നി, ലിവർ രോഗങ്ങൾ എന്നിവയാൽ സാമ്പത്തികമായും മാനസികമായും തകർന്ന ആ മക്കളെ കാണണമേ. അവരുടെ രോഗങ്ങളെ ഈശ്വനാഥ സൗഖ്യപ്പെടുത്തണമേ. പലവിധ സർജറിക്ക് ഇന്നേ ദിവസം എഴുതപ്പെട്ട രോഗികളെ കാണണമേ. അവരുടെ സർജറിയെ വൈദ്യനായ യേശുനാഥ ഏറ്റെടുക്കണമേ. വിജയം നൽകി ഡോക്ടർമാരെ അനുഗ്രഹിക്കണമേ. അവസാനമായി ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയെ യേശുനാഥ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഗുരുവായി അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കൃപയുടെ മാതാവിനെ ഞങ്ങളുടെ അമ്മയായി ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഞങ്ങളെ അങ്ങയുടെ ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ. പ്രത്യേകമായി ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ ഇവിടെ നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ രക്ഷക, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ സമർപ്പിച്ചതായ നിയോഗങ്ങളെ പരിശുദ്ധ പിതാവേ, അവ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ യോഗ്യത കുറവുകൾ കാരണമാക്കാതെ പരിശുദ്ധ പിതാവേ, അവ ഞങ്ങൾക്ക് നിവൃത്തിയാക്കി തരണമേ. പാപികളായ ഞങ്ങളുടെ മേൽ അവിടുന്ന് തൊടണമേ. ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ വേദനകളെ, ദുഃഖങ്ങളെ, ദുരിതങ്ങളെ കർത്താവായി യേശുവേ, അവയെ അവിടുന്ന് കഴുകിക്കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ വഴി നടത്തുന്ന നല്ലവനാം ഇടയനെ സ്തുതി, പുകഴ്ച, ആരാധന. ആമേൻ.